ശ്രീ സിമി റോസ്ബെൽ ജോൺ, ഞങ്ങളുടെ ചർച്ച കാണുന്നു. എന്താണ് താങ്കളുടെ ഒരു നിലപാട് ഈ വിഷയത്തിലൊരു അഭിപ്രായം? ഈ ജോർജ് പൊളിപ്പാറയെ പോലെ കുറച്ച് ആളുകളെ ഈ സതീശിന് ഇങ്ങനെ സ്തുതിപാടി നടക്കുന്നുണ്ട്. അത് എനിക്ക് ഒരിക്കലും അദ്ദേഹം ഒരു ചർച്ചയിൽ പറഞ്ഞു, സിമി റോസ്ബെൽ ജോൺ അദ്ദേഹത്തോട് പരാതി പറഞ്ഞു എന്ന്. ഞാൻ പ്രവർത്തിച്ച അത്രയൊന്നും സതീശൻ പ്രവർത്തിച്ചിട്ടില്ല. അത് ജോർജ് പൊളിപ്പാറയ്ക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്. ഈ വി ഡി സതീശൻ എന്ന് പറഞ്ഞ നേതാവ് KSUവിന്റെ സംസ്ഥാന ഭാരവാഹിയായിട്ടില്ല, ജില്ലാ ഭാരവാഹിയായിട്ടില്ല, യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹിയായിട്ടില്ല, സംസ്ഥാന ഭാരവാഹിയായിട്ടില്ല. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം NSA സെക്രട്ടറി ആയി. അത് നേർവഴിയിലൂടെയാണോ വളഞ്ഞ വഴിയിലൂടെയാണോ എന്നൊക്കെ ഈ ജോർജ് പടിപ്പാറയെ പോലെ ഒരു മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ നിരീക്ഷണമാണ്, അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിലുള്ള നിരീക്ഷണം അത് വാല്യുബിൾ ആണ്. അതിനാണ് നമ്മൾ അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്രമിക്കുന്നത് സത്യത്തിൽ എനിക്ക് ലജ്ജ തോന്നി. കാരണം ശ്രീ K കരുണാകരനെ പോലെ, ശ്രീ A ആന്റണിയെ പോലെ, അതുപോലെ തന്നെ ശ്രീ രമേശ് ചെന്നിത്തലയെ പോലെ, ഉമ്മൻചാണ്ടിയെ പോലെ എത്രയോ പ്രഗത്ഭരായിട്ടുള്ള കേരളം ആദരിക്കുന്ന എത്രയോ ആളുകൾ ഇരുന്ന ആ പോസ്റ്റില് ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു പെർഫോമൻസ് നോക്കൂ. ഒരു തെരുവ് ഗുണ്ടയുടെ ശൈലിയിലല്ല അദ്ദേഹം ആ നിയമസഭാ മഹത്തായ സ്ഥാപനത്തില് ഏതെങ്കിലും UDFന്റെ ചരിത്രത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഇത്തരം അംഗചലനങ്ങളോടുകൂടി ഇങ്ങനെ ഇത്രയും മോശമായ രീതിയിൽ പെരുമാറ്റ വൈകല്യമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് പറയും. കാരണം എന്നെയൊക്കെ ഈ പുകച്ച് പത്മജയെ പുകച്ച്, പത്മജ വേണുഗോപാലിനെ പുകച്ച് പുറത്തിയടിച്ച്, ഓരോ ആളുകളെയും പുകച്ച് പുറത്തിയടിക്കുമ്പോൾ എന്നെ മാത്രം അദ്ദേഹത്തിന് പുകച്ച് പുറത്തിയടിക്കാൻ പറ്റില്ല. കാരണം രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലൊക്കെ എപ്പോഴും പറയും കുറച്ചുകൂടി ക്ഷമിക്കൂ എന്ന്. കാരണം അദ്ദേഹത്തിന്റെ ജില്ലയില് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത DP മേരി വർഗീസ് എന്ന അവര് പനമ്പള്ളിനറിലെ റിബലായി മത്സരിച്ചപ്പോ അവരുടെ പേര് DP പ്രദീപ് കുമാർ എന്നായിരുന്നു. പിന്നീട് അവർ DP ഗണേഷ് കുമാറായി. ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഒരു സാമ്പത്തിക തട്ടിപ്പുകാരി ഇപ്പോ മീഡിയ സെല്ലിന്റെ ചെയർപേഴ്സണായിട്ട് അദ്ദേഹത്തിന്റെ ജില്ലയിൽ ഇരിക്കുവാണ്. ആ ജില്ലയില് അദ്ദേഹത്തിന് അവരെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് എന്നെ സൈഡ് ലൈൻ ചെയ്തത്. തീർച്ചയായും വളരെ വ്യക്തമായി താങ്കൾ ആ കാര്യങ്ങളെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വ്യക്തമാക്കി.